സുധിച്ചേട്ടൻ വന്ന ശേഷമാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു അവസ്ഥ അല്ല ഇങ്ങോട്ട് വിളിച്ചത്. അത് എന്നെ അല്ലായിരുന്നു സിനിമയിലേക്ക് ആദ്യം ചോദിച്ചത്, മൂത്ത മോനെ. പിന്നെ എനിക്ക് അവനുമായിട്ട് അഭിനയിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, റിലാക്സ് ആണ്, കംഫർട്ടബിൾ ആണ്. എനിക്ക് അങ്ങനെ വേറൊരാളെ ചേഞ്ച് ചെയ്തിട്ട് ആ ചേച്ചിന്റെ പൊസിഷനിലേക്ക് വരണം എന്നുള്ള എനിക്കില്ല. നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പോസിറ്റീവ് മാത്രം നോക്കി മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് വല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് നെഗറ്റീവ് വന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വേര് മൂവിയിലേക്ക് വന്ന സമയത്ത് ഞാനും അലൻ ജോസും രേണു ചേച്ചി തമ്മിൽ മീഡിയക്കാർ പറഞ്ഞിട്ട് ചേച്ചിനെ കറക്കുന്ന ഒരു സീൻ വന്നായിരുന്നു. എന്നെ പോലത്തെ ഒരു ആൾക്കാർ മലയാള സിനിമയിൽ നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി പോലത്തെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതെന്താണ് അങ്ങനെ മനസ്സിലായില്ല. നമ്മൾ കുറച്ചുകൂടി ഡീസന്റ് ആണ്. രേണുട്ട റീൽസിന്റെ അടുത്ത് കമന്റ് ഉണ്ട്, എന്താ അഡ്ജസ്റ്റ്മെന്റ് ഡയറക്ടർ മാറ്റം എന്തെങ്കിലും. കയ്യിലൊരു മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വായിൽ വരെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതല്ല ഇന്റർവ്യൂ എന്ന് നീ ആദ്യം മനസ്സിലാക്കി. നമസ്കാരം, ക്ലിക്ക് ബസ് എന്റർടൈൻമെന്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വേരി എന്ന കൊച്ചു സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ സ്ഥിരമായി കാണുന്ന മുഖങ്ങളാണ് ഈ മൂന്ന് പേര്. രേണു സ്തുതി, അതുപോലെ അലൻ ജോസ് പെരേര, പ്രജേഷ് പാലക്കാട്, ലത്തീഫ് കാവന്നൂർ. രേണു, എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടത്? സിനിമയിലേക്ക് സുധിച്ചേട്ടൻ വന്ന ശേഷമാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ഒരു അവസ്ഥ അല്ല ഇങ്ങോട്ട് വിളിച്ചത്. അത് എന്നെ അല്ലായിരുന്നു സിനിമയിലേക്ക് ആദ്യം ചോദിച്ചത്, മൂത്ത മോനെ. അപ്പം മൂത്ത മോൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അമ്മ, ഞാനിങ്ങനെ സിനിമയുടെ പുറകിലുള്ള വർക്ക്, ആനിമേഷൻ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് താല്പര്യം. അവൻ പറഞ്ഞ അമ്മ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ സംബന്ധിച്ച് അവന് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു രേണു സുധി എന്നാ ചെയ്യുന്നോ ഞങ്ങളോട് ഒരു സിനിമ. എനിക്ക് ഇങ്ങനെ അപ്പം ആ സമയത്ത് ഒരു വരുമാനം കൂടെ ഉള്ള ഒരു രീതിയിൽ ഞാൻ ചെയ്താൽ ശരിയാവും, നമുക്ക് ട്രൈ ചെയ്യാന്നേ. അപ്പം എന്നോട് പറഞ്ഞൊരു വാക്കെന്ന് പറഞ്ഞാൽ, സുധിച്ചേട്ടൻ്റെ വില തന്ന് ഞങ്ങളെ ഇറക്കുക രംഗത്തേക്കെന്നാണ് അവർ പറഞ്ഞത്. സുധിച്ചേട്ടനൊക്കെ നേരത്തെ തൊട്ട് അറിയാവുന്നവരാണ്. അങ്ങനെ കരയൻ എന്ന് പറയുന്നൊരു മൂവിൻ്റെ ചെറിയ ഭാഗങ്ങൾ അഭിനയിച്ചു. അതിനുശേഷം ഒരു കുഞ്ഞിപ്പൂ എന്ന് പറയുന്ന ഒരു ആൽബത്തിൽ റിലീസ് ആയത് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറെ ഇപ്പം കംപ്ലീറ്റ് ചെയ്തത് നിശ്ചയം എന്ന് പറയുന്നൊരു പോക്കറ്റ് മൂവി, പിന്നെ ഷോർട്ട് ഫിലിംസ്, പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ചെയ്ത് ചേഞ്ച്, ദയാവധം, ഇതൊക്കെ തിയേറ്റർ മൂവീസ് ആണ് കംപ്ലീറ്റ് ചെയ്തെത്തി. ഷോർട്ട് ഫിലിംസ്, ആൽബം, അങ്ങനെ കുറെ. സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൽബത്തിൽ പ്രജേഷിനാണ് നായകനായിട്ട് എടുക്കുന്നത്. അതിനെ കുറിച്ച് ഒരുപാട് വിവാദങ്ങൾ സിനിമ തുറന്ന കമന്റ് ആയിട്ടുണ്ട്. പ്രണയത്തിലാണ്, ഇഷ്ടത്തിലാണ് പറയുന്നത്. ഒരിക്കലും അല്ല, പ്രണയത്തിലൊന്നുമല്ല. അവൻ എൻ്റെ സഹോദരനാണ്. അവനെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്, അവൻ തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്, അതായത് അഭിനയത്തിൽ. അതുപോലെ എന്താ പറയാ, സഹോദര തുല്യനാണ് അവൻ. തുല്യനല്ല, സഹോദരൻ തന്നെയാണ്. എനിക്കങ്ങനെ ബ്രദറൊന്നുമില്ല, ഓൺ ബ്രദറൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് അവനെ കാണുന്നത്. അങ്ങനെ ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടാണത്. പിന്നെ എനിക്ക് അവനുമായിട്ട് അഭിനയിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയാ, റിലാക്സ് ആണ്, കംഫർട്ടബിൾ ആണ്. സോ എനിക്ക് വരുന്ന വർക്കിൽ അല്ലെങ്കിൽ അവന് വരുന്ന വർക്കിലാണേലും പറ്റുവാണെങ്കിൽ രേണു ചേച്ചി അവർ ചോദിക്കും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ അവൻ്റെ കാര്യം പറയും. തിരിച്ചും അങ്ങനെ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. സോ അത് വർക്കൗട്ട് ആകുന്നതേ ഉള്ളൂ. അല്ലാതെ ഈ പ്രേക്ഷകർ പറയുന്ന അല്ലെങ്കിൽ ചില ആൾക്കാർ ടിപ്പിക്കൽ മലയാളീസേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവർക്കൊക്കെ ഞങ്ങളുടെ റിലേഷൻ അറിയാം. അവൻ്റെ വൈഫിനാണെങ്കിൽ എന്നെ അറിയാം. ഭയങ്കര കൂട്ടാണ് ഞങ്ങൾ. എന്നെ സ്വന്തം ചേച്ചിനെ പോലാണ് കാണുന്നത്. ഈ ചില ആൾക്കാരുടെ ഈ കണ്ണിലാണ് ഇതൊക്കെ കാണുന്നതാണ് എൻ്റെ ഒരു ഇത്. രണ്ട് പിള്ളേര്. മൂത്ത മോൻ കിച്ചു, എല്ലാവർക്കും അറിയാം കിച്ചുവിനെ. കിച്ചു ആനിമേഷൻ പഠിക്കുന്നു. ഇളയാള് UKG ഋതുൽ. അതെ, തീർച്ചയായിട്ടും. അപ്പം എന്നെ വിളിച്ചത് ഇതിന്റെ ഡയറക്ടർ ഷാഹിദാണ്. അപ്പം ഷാഹിദ് എന്നെ നേരിട്ട് വിളിക്കുമായിരുന്നു, രേണു ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ട്, നമുക്ക് അത് ഖത്തറിലും നാട്ടിലുമായിട്ട് ഷൂട്ട് ചെയ്യണ ഒരു സംഭവമാണ്. അത് ഖത്തറിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പം നമുക്കിവിടെ ഒരു നല്ല ശക്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചേച്ചിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ചേച്ചി ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് ഡേറ്റ് നോക്കാം. അപ്പം ഞാൻ കുറച്ച് തിരക്കാണ്. എനിക്ക് തോന്നുന്ന ആള് ഒരുപാട് ആൽബങ്ങൾ രേണുവിന്റെ കൂടെ നായകനായിട്ട് വരുന്നത് പ്രജേഷ് പാലക്കാടാണ്. അപ്പൊ പ്രജേഷിന് തന്നെയാണോ നായകനായിട്ട് ഇപ്പൊ വരുന്ന ഡയറക്ടർമാർ തിരഞ്ഞെടുക്കുന്നത്? ഡയറക്ടർ, അതായത് ഞങ്ങൾ തമ്മിലൊരു സിങ്ക് ഉണ്ട്, നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ടാവാം അങ്ങനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ചില ഡയറക്ടേഴ്സ് വിളിക്കുമ്പോഴത്തേന് പ്രതീഷിന്റെ കാര്യം എൻ്റെ അടുത്ത് ചോദിക്കും. രേണു ഓക്കെയാണ്, ഓക്കെ ആണെന്ന് പറയും. അവൻ്റെ അടുത്തും അതുപോലെ തന്നെ ചെയ്യും. അപ്പം എന്നെ സംബന്ധിച്ച് അവനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. അതുപോലെ തന്നെ എൻ്റെ സ്വന്തം അനിയനായിട്ടാണ് ഞാൻ കാണുന്നത്. അവൻ്റെ ഫാമിലി അങ്ങനെ തന്നെയാണ്, അവനും എന്നെ അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ പ്രജേഷിന് നായികയെ ഒന്ന് മാറ്റണമെന്ന് തോന്നിയിട്ടില്ല?
സ്ഥിരമായിട്ട് വരുന്ന 1-2 ആൽബങ്ങൾ തൻസീർ കൂത്തുപറമ്പ്, ഷാഹിദ് കുത്തിനത്താണ്, കിസ്മത്ത് വിഷന്റെ ഒരു നാടൻ പാട്ടിലൊക്കെ സ്ഥിരം 3-4 അടുപ്പിച്ച് വർക്കുകൾ വരുന്നു. ഇതിലൊക്കെ വരുന്നുണ്ട് 30 ഷൂട്ടുണ്ട് കേട്ട്. ഇതിലൊക്കെ നായികയായിട്ട് വരുന്ന രേണുവാണ്. അപ്പൊ നായികയെ മാറ്റണം എന്നൊരാഗ്രഹം തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു തോന്നിയിട്ടില്ല. കാരണം പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു കപ്പിള് റെഡി ആയിട്ട് ഒരു ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ഇത് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചേച്ചിയായിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റാണ്. കാരണം വീഡിയോസ് ആണെങ്കിൽ ശരി, നമുക്ക് ഒരു എന്താ ഒരു തോട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 1 ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ തന്നെ സംസാരിക്കും. അത് എന്നെ ചെയ്യുക, ഇങ്ങനെ കറക്കുക, അല്ലെങ്കിൽ ഹെയറിൻ്റെ അവിടെ എങ്ങനെ ആക്കുക. അത് പക്ഷെ പെട്ടെന്ന് വേറൊരാളായിട്ട് വരുമ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടിയെന്ന് വരത്തില്ല. അത് ചിലപ്പോൾ അത് വീഡിയോ മീൻസ് ഡയറക്ടേഴ്സിന് ചിലപ്പോൾ അത് മുഷ്പായിരിക്കും, എന്താണ് ചെയ്യാതെ ബാക്കിയുള്ളതിലൊക്കെ ചെയ്തു ഇതിൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു. പക്ഷെ എനിക്ക് അങ്ങനെ വേറൊരാളിനെ ചേഞ്ച് ചെയ്തിട്ട് ആ ചേച്ചിന്റെ പൊസിഷനിലേക്ക് വരണം എന്നുള്ള എനിക്കില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഈ ഇന്റർവ്യൂ നമ്മളോട് ഇരിക്കാനും ജസ്റ്റ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിന് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറെ ആൾക്കാർ നമ്മൾ സംസാരിക്കുക, എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല. ചേച്ചി ഒരു ആൽബം നമുക്ക് ചേച്ചി എൻ്റെ ഒപ്പം അഭിനയിച്ചാറ കൊണ്ടാണ് എനിക്കൊരു ഈ വർക്ക് പറഞ്ഞാൽ ഒരു മൂവിയാണെങ്കിൽ ശരി, ഒരു അടുത്തൊരു ആൽബം കിട്ടാനും വഴി. അപ്പൊ അങ്ങനെ ഒരാളെ ഒരിക്കലും നമുക്ക് മാറ്റണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്കിതുവരെ തോന്നിയിട്ടുമില്ല, അങ്ങനെ തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. നാടൻപാട്ട് റിലീസായി അതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട്. പാലക്കാടൻ ഫാമിലി എന്നൊരു യൂട്യൂബറാണ് താങ്കൾ, അത്യാവശ്യം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ്. ഇതുകൊണ്ട് എന്താണ് നെഗറ്റീവ് കമന്റുകളാണ് ഒരുപാട് വന്നിട്ടുള്ളത്. അപ്പൊ അതിനെന്താണ് താങ്കൾ പ്രതികരിക്കുന്നത്? നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ പോസിറ്റീവ് മാത്രം നോക്കി മുന്നോട്ട് പോകും. അത്രേ ഉള്ളൂ. രേണു ചേച്ചി അതുകൊണ്ട് നെഗറ്റീവ് പറയാൻ പറ്റില്ല. ചിലപ്പോ വരുന്ന അടുത്ത വീഡിയോസിന് ഇപ്പൊ വിഷ്വൽ നന്നല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ മതി. അപ്പൊ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ചേച്ചിയുടെ പ്രവൃത്തി പിടിക്കാത്ത ആൾക്കാരായിരിക്കും. ഇപ്പോ എന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എന്റെ സ്വഭാവം എനിക്കിഷ്ടമായിരിക്കും. അതിപ്പോ വെളിയിൽ കാണുന്ന 4 ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അതിപ്പോ ഇതിലിപ്പോ ചെയ്യുന്ന അലൻ ജോസ് ആയാലും ശരി, രേണു ചേച്ചി, ഇപ്പൊ ആങ്കർ ചെയ്യുന്ന ബ്രോയാണെങ്കിലും ശരി, ആരാണെങ്കിലും ബ്രോയ്ക്ക് ബ്രോന്റെ സ്വഭാവത്തിനെ കുറിച്ച് അറിയാം, ബ്രോന്റെ ക്യാരക്ടറെ കുറിച്ച് അറിയാം. അത് മറ്റൊരാൾക്കാരുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിപ്പിച്ചിട്ട് മാറ്റേണ്ടതല്ല. അപ്പോ അത്രേ ഉള്ളൂ. കാരണം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. എന്റെ ഫാമിലി ഒരു പോസിറ്റീവ് ലെവലിൽ ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ സോ ഞാൻ ഒരിക്കലും നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരനെ ഞാൻ അവർ അവരുടേതായ ജോലി നോക്കുന്നു, ഞാൻ എന്റേതായ ജോലി നോക്കുന്നു. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ എനിക്ക് വല്ലാണ്ട് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് നെഗറ്റീവ് വന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വേര് മൂവിയിലേക്ക് വന്ന സമയത്ത് ഞാനും അലൻ ജോസും രേണു ചേച്ചി തമ്മിൽ മീഡിയക്കാർ പറഞ്ഞിട്ട് ചേച്ചിനെ കറക്കുന്ന ഒരു സീൻ വന്നായിരുന്നു. അത്ര ആൾക്കാരെല്ലാം മുന്നിൽ വെച്ചിട്ടാണ് നമ്മുടെ ചേച്ചിനെ എടുത്ത് കറക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഭയങ്കരമായിട്ട് ട്രോള് എനിക്ക്, അലൻ ജോസിന്, രേണു ചേച്ചിക്ക്, അങ്ങനെ ഒരുപാട് പേർക്ക് ഐഡിയ അലൻ ജോസിന്റെ ആയിരുന്നു. പക്ഷെ നമുക്ക് കംഫർട്ട് ആയിരുന്നു, അത് വൻ വിഷയമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്കൊരു പ്രശ്നമില്ല. അത് അത്രേ ഉള്ളൂ. അത് നമ്മള് നെവർ മൈൻഡ് ആയിട്ട് വിട്ട കാര്യമാണ്. അപ്പോ ട്രോളുകൾ ഏതൊക്കെ വന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതൊരു പ്രശ്നമില്ല. ട്രോൾ മാത്രമല്ല, റിയാക്ഷൻ വന്നു. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലായിട്ട് അത്രയും പറയാനില്ല. അപ്പൊ ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ട്രോൾ ചെയ്യുക, നെഗറ്റീവ് പറയുന്നത് നെഗറ്റീവ് പറയുക. നമ്മൾ എന്തായാലും പോസിറ്റീവിന്റെ ഒപ്പമാണ്. ഓക്കെ. അലിൻ ജോസ് പെരേര, എന്നാണ് പ്രേക്ഷകർക്ക് രേണു സുധിയും അലിൻ ജോസും കൂടി ഒരു കോംബോയില് ഒരു വർക്ക് കാണാൻ പറ്റുന്നത്? അടുത്ത എന്തെങ്കിലും പ്രൊജക്ട് വരാനുണ്ടോ? ഇത് വേര് എന്ന് പറഞ്ഞ വർക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, അതില് അത്യാവശ്യം കോംബോ വരുന്നുണ്ട്. പിന്നീട് കോംബോ ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ? കോമ്പിനേഷൻ സീനുണ്ട്, 1-2 സീനിൽ കോമ്പിനേഷൻ വർക്കൗട്ട് ആയി തോന്നുന്നുണ്ട്. ഇനിയിപ്പോ നമ്മള് ഒന്നുകൂടി സബ്ജക്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് വർക്ക് ഉണ്ട്. സുന്ദരി, കൊയല്, സംതിങ് 2-3 വർക്ക് ഉണ്ട്. പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ആ വർക്ക് റെഡി ആകുമ്പോ എന്തായാലും വിളിക്കും. എന്തായാലും ഒരു 2-3 ആഴ്ച ഗ്യാപ്പ് ഉണ്ട്. ഡേറ്റ് ഉണ്ടെങ്കിൽ ചെയ്യൂ, അല്ലെങ്കിൽ ഇപ്പൊ വാക്ക് തന്നിട്ടുണ്ട്. പക്ഷെ എന്തായാലും പുതുമുഖങ്ങളാണ് ചെയ്യുന്നത്, ഗസ്റ്റ് അപ്പിയറൻസ് ആണ് കൊടുക്കുന്നത്. മനസ്സിലായി? നമുക്ക് എന്തായാലും ന്യൂ ഫേസുകൾക്ക് അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി വിഷയങ്ങൾ പോലത്തെ വിഷയങ്ങൾ ഇല്ലാണ്ടിരിക്കുക എന്നുള്ള സംഭവങ്ങളുണ്ട്. അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ടൈപ്പ് ഇല്ല. ഒരുപാട് വിഷയങ്ങൾ ഇതുപോലുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി പോലുള്ള വിഷയങ്ങൾ വരില്ല എന്നാണോ? എന്നെ പോലത്തെ ഒരു ആൾക്കാർ മലയാള സിനിമയിൽ നായകനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി പോലത്തെ വിഷയങ്ങൾ ഉണ്ടായില്ല. അതെന്താണ് അങ്ങനെ? മനസ്സിലായില്ല. നമ്മൾ കുറച്ചുകൂടി ഡീസന്റ് ആണ്. ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഡീസന്റ് അല്ല എന്നാണ് പറഞ്ഞത്. അതല്ല നമ്മൾ ഞാൻ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നില്ലെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലും ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാറില്ല.
അങ്ങനെ ബാക്കിയുള്ള ആളുകൾ ചോദിക്കാറുണ്ട് എന്നാണ് അതൊന്നല്ല, പറയുന്നത്. എനിക്ക് വേറെ ആൾക്കാര് പറയുന്നതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അല്ല ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ സിനിമയിലും ഷോർട്ട് ഫിലിം വെബ് സീരീസ് അങ്ങനെ ചോദിക്കുന്നുണ്ടെന്നാണ് താങ്കൾ പറയുന്നത്. അതെനിക്കറിയില്ല. ഹേമ കമ്മിറ്റി വിഷയം വന്നപ്പോ ഇവിടെ വിഷയങ്ങൾ വന്നല്ലോ. അതുപോലെ കൊണ്ട് ഞാൻ പറഞ്ഞു, എന്റെ വർക്കുകളിൽ ഡീസന്റ് ആയിട്ടുള്ള വർക്കായിരിക്കും. കാരണം സീക്വൻസിന് വേണ്ടി മാത്രമാണ് ഇന്റിമസി, അല്ലെങ്കിൽ ഒരു സൗഹൃദം മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് ബലാത്സംഗം പോലെ ഒരുപാട് കേസുകൾ താങ്കളുടെ പേരുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചാണെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ട്. എങ്ങനെയാണ് രേണു സുധിയെ പോലെ ഒരാള് അലൻ ജോസ് പെരേരന്റെ കൂടെ വർക്ക് ചെയ്യുക? കാരണം ഇത് ഒരുപാട് വിവാദങ്ങൾ നേരിടുന്ന കുട്ടിയാണ്. വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻഷൻ നിൽക്കുമ്പോൾ നമ്മള് പേഴ്സണലി കോമഡി പരമായിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. അതില് റീച്ച് ഉള്ളതുകൊണ്ട് ട്രാൻസ് വിഷയങ്ങള് നമ്മുടെ പേരിൽ വെറുതെ കുറ്റം ചമർത്തിയതാണ്. കാരണം നമ്മള് വ്യക്തിയെ കണ്ടിട്ടില്ല. പിന്നെ ആര് കണ്ടിട്ടില്ല? ആ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. സന്തോഷ് ഒന്ന് രണ്ട് പേരിൽ വന്നു. താങ്കളുടെ സുഹൃത്തുക്കൾ പേര് വെച്ചിട്ടാണ് അങ്ങനെ പേരിൽ വന്നത്. താങ്കളുടെ പേരും താങ്കൾ സുഹൃത്തുക്കളുടെ പേരും അതെന്തോ ഒരു വർക്കുകളിൽ ചാൻസ് കൊടുത്തില്ല എന്ന് പറഞ്ഞ സംവിധായകന്റെ പേരിലാണ് മെയിൻ ആയിട്ട് വന്നത്. പിന്നെ എന്റെ പേരും കൂടി എഴുതി കിട്ടുക. അത് ശരി. അങ്ങനെ കാരണം ചാൻസ് കൊടുക്കണത് ക്യാരക്ടർ നോക്കിയിട്ടുള്ള ഡയറക്ടറിൽ തീരുമാനിക്കും. നമ്മൾക്ക് ആസ് എൻ ആക്ടിങ് ചെയ്യുന്ന വ്യക്തിയാണ്. വേരി എന്ന് പറഞ്ഞ വർക്കിന്റെ ഡയറക്ടർ എങ്ങനെയായിരുന്നു വന്ന സ്ത്രീകളോട് എങ്ങനെ പെരുമാറിയുന്നത്? എന്താണ് പെരേര? വേരി എന്ന് പറഞ്ഞ വർക്കിന്റെ ഡയറക്ടർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡയറക്ടറാണ്. അല്ല, സെറ്റിൽ വന്ന രേണു സുധി പോലെ ഒരുപാട് ലേഡീസ് ഉണ്ടെന്ന് കേട്ടു. ലൊക്കേഷൻ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ കേട്ടു. ഞാൻ രേണുസുധി ഉണ്ട്, സോണ എന്ന വ്യക്തിയുണ്ട്, രണ്ടുപേരും ഉണ്ടായിരുന്നു. കുറച്ചുകൂടി എന്താ പറയാ തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് രേണുസുധിനോടാണ്. അല്ല, എന്റെ ചോദ്യം എന്താ വെച്ചാൽ പെരേര, നിങ്ങളെ വേര് എന്നൊരു കൊച്ചു സിനിമ ചെയ്തു. അതിനെന്തോ ഡയറക്ടർ ഉണ്ടാവല്ലോ, പുത്തനത്താണി പറഞ്ഞ അദ്ദേഹം. എന്താണ് അവിടെ സെറ്റിൽ എന്തായാലും സ്ത്രീകളുണ്ടല്ലോ, ഉണ്ടാവല്ലോ. അപ്പൊ അവരോട് എന്താണ് ഡയറക്ടർ ചെയ്തത്? കാരണം മറ്റൊരു ഡയറക്ടറെ കുറിച്ച് ഒരുപാട് പറഞ്ഞല്ലോ. അദ്ദേഹം ആള് ശരിയാണോ മോശമാണോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? അതാണ് എനിക്ക് അറിയേണ്ടത്. അത് തീർത്തും എന്റെ കണ്ണില് ഒരു മോശം ആയിട്ടുള്ള സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മാന്യമായിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. ബേസിക്കലി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് അഭിനയിച്ച ആളാണ്. സോ എന്നെ സംബന്ധിച്ച് ആള് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ നമുക്ക് ടെൻഷൻ ഇല്ലായിരുന്നു വർക്കിന്റെ കാര്യത്തിൽ. അതുപോലെ എന്റെ അടുത്ത് ഏത് സെറ്റിൽ വന്നാലും മാന്യമായിട്ട് തന്നെ. ഈ ഷാഹിദ് ആണെങ്കിൽ പോലും എന്റെ അടുത്ത് നല്ല മാന്യമായിട്ട് തന്നെയാണ്. ഞാൻ കണ്ടപ്പോ മറ്റുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് ആള് മാന്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഇനിയിപ്പോ ഇതിന് ബാക്കി ഖത്തറിൽ ഷൂട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും ഖത്തറിലേക്ക് വരുന്നുണ്ടോ? എങ്ങനെയാണ് അത് ഡയറക്ടർ പറയണം. ഡയറക്ടർ പറഞ്ഞാൽ വിളിച്ചാൽ ഞങ്ങൾ 3 പേരും വന്നിരിക്കും, ഗൾഫിലെത്തും. അതുപോലെ ലത്തീഫ് കാവന്നൂർ ഒരുപാട് ഷോർട്ട് ഫിലിം സീരീസിൽ അഭിനയിച്ചാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മൂവിയിൽ അഭിനയിക്കുന്നത്. ഷാഹിദ് പുത്തനത്താണി വിളിച്ച് ഞങ്ങൾ ഡയറക്ടഡ് വന്നതാണ്. പുള്ളിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെ പുള്ളി വിളിച്ചു വന്നു. വളരെയധികം സന്തോഷമുണ്ട്. നന്ദി അറിയിക്കുകയാണ്. ഇപ്പൊ ഒരുപാട് വർക്കിൽ രേണു സുധിയാണ് നായികയായിട്ട് വരുന്നത്. ആൽബം, ഷോർട്ട് ഫിലിം, അല്ലെങ്കിൽ സിനിമകളിൽ രേണു എത്തുന്നുണ്ട്. രേണു അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണ് രേണു ഇതുപോലുള്ള വർക്ക് കിട്ടുന്നതെന്നാണ് എന്റെ സംശയം. 1-2 വർക്ക് രേണു ഇട്ട റീൽസിന്റെ അടുത്ത് കമന്റ് ഉണ്ട്, എന്താ അഡ്ജസ്റ്റ്മെന്റ് ഡയറക്ടർ മാറ്റം എന്തൊക്കെയാണ്. അല്ല, ഞാൻ പറഞ്ഞില്ല, നാട്ടുകാർ പറയുന്നതാണ്. കയ്യിലൊരു മൈക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വായിൽ വരെ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതല്ല ഇന്റർവ്യൂ. നീ ആദ്യം മനസ്സിലാക്കി. നീ ഇപ്പൊ അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല. നീ ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലല്ലോ. നീ ബാങ്കറായിട്ട് ഇവിടെ നിൽക്കുന്നില്ലേ? നീ ഏതെങ്കിലും പ്രൊഡ്യൂസർമാർക്ക് ഒപ്പം കടന്നിട്ടാണോ നീ ഇവിടെ? ഇതാണോ എന്റെ ചോദ്യം? ഞാൻ മൂവിന്റെ ഇന്റർവ്യൂ ചെയ്യാൻ നീ ചോദിച്ച ക്വസ്റ്റ്യൻ ഒക്കെ ഓക്കെ, ഇതുവരെ ഓക്കെ. പക്ഷെ നീ ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ നിന്റെ അതേ ക്വസ്റ്റ്യൻ എന്നിട്ട് ചോദിക്കുകയാണ്. നീ ഇവിടെ ആങ്കറിന് വന്നതല്ലേ? ഇവിടെ ഒരുപാട് ആങ്കേഴ്സ് ഉണ്ട്, ഒരുപാട് പേര് ആങ്കർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നീ ആങ്കർ ചെയ്യാൻ വേണ്ടി ആരുടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ വന്ന് കിടക്കുന്നത്? നീ കുണ്ടനാണോ? അങ്ങനെ എന്താണ് നിനക്ക് ചിരി വരുന്നുണ്ടാ? അല്ല, ചിരിച്ചില്ല. നമ്മളല്ല മര്യാദ അല്ല വിളിച്ചിട്ടില്ല. നിങ്ങളെ വർക്കിന് ഇന്റർവ്യൂ അല്ല, ഞാൻ നിങ്ങളെ വർക്കിന് പ്രൊഡ്യൂസർ പ്ലാനാണ്. നീ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ നിന്റെ അതേ ക്വസ്റ്റ്യൻ ചോദിക്കുക. നീ ഇവിടെ ആങ്കറിങ് ചെയ്യാൻ വന്നപ്പോ ആരുടെ ഒപ്പം കിടന്നു കൊടുക്കണം?
രേണുസുതി ഓരോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടല്ല ഇത്രയും വന്നത്. ചുമ്മാ ആവശ്യമില്ല സ്റ്റെപ്പ് അടിച്ച് പൊട്ടി. അല്ല അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്, ഒരുപാട് കമന്റുകൾ ഉണ്ട് അതുകൊണ്ട് ചോദിച്ചാണ്. നീയൊക്കെ എവിടെ ഇരുന്ന് അല്ല ഇത് വൈൻഡപ്പ് ആക്കണ്ടേ? വൈൻഡപ്പ് ആക്കണ്ടേ? അല്ല ഇത് വൈൻഡപ്പ് ആക്കണ്ടേ? അല്ല നിങ്ങൾ മാക്സിമം ഒരുപാട് ആൾ കാണുന്ന വീഡിയോ ആണല്ലോ, നിങ്ങൾ അത് അലമ്പാക്കണ്ടേ? ക്വസ്റ്റ്യൻ ശരിയല്ല. പെങ്ങളപ്പുല കാണണ്ടേ? അല്ലെന്നാ പറയാനുള്ളത്. പെങ്ങളപ്പുല കാണണ്ടേ? അല്ല പെങ്ങളപ്പോ ഞാൻ കാണുന്നില്ല. സംസാരിക്കുമോ? ചില ആൾക്കാര് ഇങ്ങനെ കുറച്ച് മുന്നേ പെരേരടക്കം പറഞ്ഞു സിനിമ എന്നുള്ള മേഖല അഡ്ജസ്റ്റ്മെന്റ്, അതുകൊണ്ട് ചോദിച്ചു. ചില ആൾക്കാർ സിനിമ മേഖല അങ്ങനെ കേൾക്കുന്നു മാത്രമേ ഉള്ളൂ. ആൾക്കാർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന നമുക്ക് അറിയില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരിക്കലും എറിയത്തില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, മൈക്ക് എറിയുന്നില്ല. തന്റെ മൈക്ക്